ഗുജറാത്തിൽ ഹിന്ദുരാഷ്ട്ര നിർമ്മാണം പൊടിപൊടിക്കുകയാണ്. സംഘപരിവാർ തത്വങ്ങൾക്ക് അനുകൂലമായാണ് ഗുജറാത്ത് വിവാഹ രജിസ്ട്രേഷൻ നിയമങ്ങളിൽ പുതിയ ഭേദഗതികൾ വരുന്നത്. പുതിയ നിർദ്ദേശപ്രകാരം വിവാഹിതരാകാൻ അപേക്ഷിക്കുന്നവർ തങ്ങളുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചിട്ടുണ്ടോ എന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് മുൻപാകെ സത്യവാങ്മൂലം നൽകണമെന്നാണ് പറയുന്നത്. വധൂവരന്മാരുടെ മാതാപിതാക്കളുടെ പേര്, വിലാസം, ആധാർ നമ്പർ, ഫോൺ നമ്പർ എന്നിവ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടത് ഇപ്പോൾ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ 10 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഇരുപക്ഷത്തെയും മാതാപിതാക്കളെ അധികൃതർ വിവരം അറിയിക്കുകയും ചെയ്യും. പെൺകുട്ടികൾ ചതിക്കപ്പെടുന്നത് ഒഴിവാക്കാനാണ് ഇത്തരം കർശന നിബന്ധനകൾ കൊണ്ടുവന്നതെന്ന് സർക്കാർ പറയുമ്പോഴും ലവ് ജിഹാദ് ഒഴിവാക്കാനായി സംഘപരിവാർ മൂശയിൽ വാർത്തതാണ് ഈ നിയമമെന്ന് ആർക്കാണ് അറിയാത്തത്. ഗുജറാത്തിലെ ലവ് ജിഹാദ് നിരോധന നിയമപ്രകാരം വിവാഹത്തിലൂടെയുള്ള നിർബന്ധിത മതപരിവർത്തനത്തിന് 3 മുതൽ 10 വർഷം വരെ തടവും 2 ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കും. ഇതിനിടയിൽ നാം ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. രാജ്യത്ത് ലവ് ജിഹാദ് നിലനിൽക്കുന്നില്ല എന്ന് പല തവണ കോടതികൾ വ്യക്തമാക്കിയതാണ്. ഇതിനു പുറമെ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ പുതിയ ഭേദഗതി പ്രകാരം കൂടുതൽ കാത്തിരിക്കേണ്ടി വരും. വിവാഹം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു 40 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഇനി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയുള്ളൂ. അപേക്ഷകരുടെ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താനും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുമാണ് ഈ സമയം സർക്കാർ വിനിയോഗിക്കുക. ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനു മേലുള്ള കൈകടത്തലാണിതെന്ന് പല കോണുകളിൽ നിന്നുള്ള വിമർശനവും ഇതോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്.